ഒരു സന്തോഷകരമായ നിമിഷത്തിലാണ് ഇരിക്കുന്നത്. അതെനിക്ക് ഫേസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നു. ഈ സിനിമയുടെ ഒരു സ്റ്റോറി ഇങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു. എന്നോട് ഡയറക്ടർ സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല. എഴുതി കൊടുത്തു കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു ഇത് കളങ്കാവൽ എന്ന് പറയുന്ന മൂവിയാണ്. അപ്പം ഞാൻ ഇതാണോ താൻ ചെയ്യുന്ന മമ്മൂക്ക പടം? എന്റെ ഫ്രണ്ടിന്റെ ബൈക്കിന്റെ പുറകിലിരുന്ന ഞാൻ എഴുതി, ഇന്റർസെപ്റ്ററിന്റെ പുറകിലിരിക്കുകയാണ്. സമയത്തിനുള്ളിൽ ഇവർക്ക് ഈ സോങ് വേണമെന്ന് പറയുമ്പോ അത് ഞാൻ ഓക്കെ എടാ പാട്ട് ഹിറ്റ് ആവുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ മന്നനെയോ എന്ന് ചോദിക്കുമ്പോഴാണ് ഞാൻ പോലും അറിയുന്നത് പാട്ട് ആൾക്കാർ കേൾക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ വെറുതെ എന്റെ ആർട്ടിസ്റ്റ് പ്രൊഫൈലിൽ സ്പോട്ടിഫൈയിൽ പോയിട്ട് സ്ട്രീമിംഗ് നോക്കുമ്പോൾ മന്നനയ്ക്ക് നല്ല സ്ട്രീമിംഗ് ഉണ്ട്. മ്യൂസിക്കിന്റെ കൂടെ തന്നെ ലിറിക്സും കൂടി ശ്രദ്ധിക്കുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഹരിതയുടെ വിജയം തന്നെയാണ്. ശരിക്കും താങ്ക് യു. Celluloid Film Magazine. ഹായ് ഹലോ, വെൽക്കം ടു സെല്ലുലോയിഡ്. കളങ്കാവൽ എന്ന സിനിമയിലെ മന്നനെ എന്ന ഗാനം എഴുതിയ ലിറിക്സിസ്റ്റ് ആയ ഹരിത ഹരിബാബുവാണ് എൻ്റെ കൂടെ ഉള്ളത്. നമസ്കാരം. താങ്ക് യു. നമസ്കാരം. ഒരു സന്തോഷകരമായ നിമിഷത്തിലാണ് ഇരിക്കുന്നത്. അതെനിക്ക് ഫേസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. മന്നനെ എന്ന പാട്ടിൽ നിന്ന് തുടങ്ങാം. എങ്ങനെയായിരുന്നു കളങ്കാവൽ എന്നൊരു സിനിമയിലേക്ക് എത്തുന്നത്? മുജീബ് മജീദിൻ്റെ കൂടെ ഞാൻ നേരത്തെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസിൻ്റെ പേരിൽ മുജീബ് ഒരു ദിവസം വിളിച്ചിട്ട് ചോദിച്ചു, ഇങ്ങനെ ഒരു സോങ് ഉണ്ട്, തമിഴാണ്, എഴുതാമോ എന്ന് ചോദിച്ചു. ഞാൻ തമിഴ് നോക്കാം, ഞാൻ എഴുതിയിട്ടുണ്ട്. ഇതിന് മുൻപ് 2 മ്യൂസിക് ഡയറക്ടർക്ക് വേണ്ടി ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കാമെന്ന് പറഞ്ഞ് ട്രൈ ചെയ്തതാണ് മന്നനെ. അതെ, എനിക്ക് തോന്നുന്നു കളങ്കാവൽ ഇറങ്ങിയ സമയത്ത് ആ ഒരു പാട്ട്, അതിലത്തെ ഓരോ പാട്ടുകളും ആ സിനിമയെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പാട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഇളയരാജയുടെ സോങ്സ് ആണെന്ന് കേൾക്കുന്ന വിധത്തിലുള്ള പാട്ടുകളാണ്. അപ്പോൾ ആ പാട്ട് എഴുതുന്ന സമയത്ത് അല്ലെങ്കിൽ ഡയറക്ടർ പറയാണ് അല്ലെങ്കിൽ റൈറ്റർ പറയാണ് ഇപ്പം ഇതാണ് കൺസെപ്റ്റ് അല്ലെങ്കിൽ സിനിമയുടെ ഒരു സ്റ്റോറി ഇങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു. എന്നോട് ഡയറക്ടർ സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല. മുജീബ് തന്നെയാണ് ഷോർട്ടൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് സിറ്റുവേഷൻ ഇങ്ങനെയാണെന്ന് പറഞ്ഞത്. അപ്പോൾ എനിക്ക് തോന്നിയത്, എനിക്കറിയില്ലല്ലോ കളങ്കാവലാണ് മൂവി എന്ന് എനിക്കറിയില്ലായിരുന്നു. മുജീബ് ഏതോ മമ്മൂട്ടി പടം ചെയ്യുന്നുണ്ടെന്ന് കോണ്ടാക്റ്റിനിടയ്ക്ക് പറഞ്ഞിട്ടുണ്ട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത്. അപ്പോൾ ഞാൻ ഓക്കെ ഇത് ഏതാണ്, എങ്ങനെയാണ് കഥ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഇതാണ് സിറ്റുവേഷൻ, ഈ സിറ്റുവേഷനിലേക്ക് വരേണ്ട പാട്ടുകളാണ്, മമ്മൂക്ക ടേപ്പ് റെക്കോർഡിൽ കേൾക്കുന്ന സോങ്സ് ആണെന്ന് പറഞ്ഞു. അപ്പം അതിലൊരു സോങ് ആണെന്ന് പറഞ്ഞു. അത്രേ പറഞ്ഞു തന്നിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് ട്യൂൺ കേട്ടപ്പോൾ ഫസ്റ്റ് ഒരു റെട്രോ വൈബ് ഉണ്ട്. നമുക്ക് ഓൾറെഡി അറിയാം ഇതിൻ്റെ ട്യൂൺ ഇങ്ങനെയാണ്, അപ്പോൾ അതനുസരിച്ച് വരാൻ പോകുന്ന വരികളും ഇങ്ങനെ ആയിരിക്കണമെന്നൊരു ധാരണ എനിക്കുണ്ടായിരുന്നു. അപ്പം ഞാൻ ചോദിച്ചു, മന്നനെന്ന് തുടങ്ങിയ പ്രശ്നമുണ്ടോ, എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്, വേറെ ഏതെങ്കിലും പാട്ടായിട്ട് സിമിലാരിറ്റി ഫീൽ ചെയ്യുമോ മുജീബ് എന്നൊക്കെ ഞാൻ ചോദിച്ചു. അപ്പം ഇല്ല, ഇഷ്ടമുള്ള പോലെ എഴുതും, നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ ഫസ്റ്റ് ഡ്രാഫ്റ്റ് എഴുതി കൊടുത്തപ്പോൾ മുജീബിന് ഇഷ്ടമായി. അങ്ങനെയാണ് അതിലേക്ക് വന്നത്. പിന്നെ ഞാൻ കുറേ റീവർക്ക് ഒക്കെ ചെയ്തു, പക്ഷെ ഫസ്റ്റ് എഴുതി കൊടുത്തത് തന്നെയാണ് മുജീബിന് ഇഷ്ടമായത്. എനിക്ക് തോന്നുന്നു തമിഴ്നാട്ടിൽ വരെ ഈ പാട്ടുകളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെ വിചാരം ഇതായിരിക്കും, ഇതേ ഒരു റെട്രോ വേവ് എന്ന് പറയുമ്പോൾ തമിഴ് സോങ് കൂടെ ആയതുകൊണ്ട് തന്നെ എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, ഈ പ്രത്യേകിച്ച് ഈ പാട്ട് തന്നെ. പിന്നെ അതുപോലെ തന്നെ മമ്മൂക്കയുടെ ഒരു മൂവിയിൽ ഇതുപോലെ ലിറിക്സ് എഴുതാൻ കഴിഞ്ഞപ്പോൾ ഉണ്ടായ ഒരു ഹാപ്പിനെസ് എങ്ങനെയായിരുന്നു? എനിക്കിത് മമ്മൂക്കയുടെ മൂവിയിൽ എഴുതുന്ന സോങ് ആണെന്ന് അറിയില്ലല്ലോ. ഞാൻ മുജീബ് ഏതോ മമ്മൂക്ക മൂവി ചെയ്യുന്നുണ്ടെന്ന് അറിയാം. എനിക്ക് ഏതോ ഒരു സോങ് വരുന്നു, RRന്റെ കൂടെയുള്ള സോങ് ഞാൻ എഴുതുന്നു. എഴുതി കൊടുത്തു കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു ഇത് കളങ്കാവൽ എന്ന് പറയുന്ന മൂവിയാണ്. അപ്പം ഞാൻ ഇതാണോ താൻ ചെയ്യുന്ന മമ്മൂക്ക പടം? അതെ എന്ന് പറഞ്ഞു. ആ മൊമെന്റിലാണ് ഞാനും ഇത് അറിയുന്നത്. അങ്ങനെ എനിക്കിത് ആരോട് പറയാൻ പോലും, ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തത് പോലും കുറേ നാൾ കഴിഞ്ഞിട്ടാണ്. എനിക്ക് ഉറപ്പുണ്ടായിരുന്നില്ല ഇത് മൂവിയിൽ വരുന്നുണ്ട്, അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ ഓഡിയോ ആയിട്ട് ഇത്ര ട്രെൻഡിങ് ഒന്നും നമ്മൾ അറിയുന്നില്ല. പക്ഷേ ഇത് സ്പോട്ടിഫൈയിൽ EP ആയിട്ട് ഇറങ്ങിയ സമയത്താണ് ഞാനും അറിയുന്നത് ഇങ്ങനൊരു സോങ് ആയിട്ട് തന്നെ ഇറങ്ങുന്നുണ്ട്. ഇത് ഭയങ്കര അക്സെപ്റ്റൻസ് ഉണ്ടായിരുന്നു. ഈ പ്രീ റിലീസ് ഇവൻറ്റിന് 2 ദിവസം മുന്നേ തന്നെ ഇതിന് ഭയങ്കര അക്സെപ്റ്റൻസ് ഉണ്ടാവുന്നുണ്ട്. ഈ 5 സോങ്സ് ഒരേപോലെ ആൾക്കാർ കേൾക്കുന്നുണ്ട്. അപ്പം മന്നനയുടെ പേരിൽ കുറേ മമ്മൂക്കയുടെ ഫേസിൽ കുറേ വീഡിയോസ് ഒക്കെ വന്നു തുടങ്ങിയപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഓക്കെ ഇതിങ്ങനെ ആൾക്കാർ കാണുന്നുണ്ടെന്നൊക്കെ ഞാൻ ആ സമയത്ത് അറിഞ്ഞത്. പിന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ കുറേ പേര് മെസ്സേജ് അയക്കുകയും വിളിക്കുകയും ചെയ്തു. അപ്പോൾ അവർ പറയുമ്പോഴാണ് എടാ പാട്ട് ഹിറ്റ് ആവുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ മന്നനെയോ എന്ന് ചോദിക്കുമ്പോഴാണ് ഞാൻ പോലും അറിയുന്നത് പാട്ട് ആൾക്കാർ കേൾക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ വെറുതെ എൻ്റെ ആർട്ടിസ്റ്റ് പ്രൊഫൈലിൽ സ്പോട്ടിഫൈയിൽ പോയിട്ട് സ്ട്രീമിംഗ് നോക്കുമ്പോൾ മന്നനയ്ക്ക് നല്ല സ്ട്രീമിംഗ് ഉണ്ട്. ഞാൻ ഈ അടുത്താണ് സ്പോട്ടിഫൈ ഫോർ ആർട്ടിസ്റ്റ് എടുത്തത്. അപ്പോൾ അതിലൊക്കെ നോക്കുമ്പോഴും എൻ്റെ ലിസ്റ്റിലുള്ള സോങ്സിൽ ഏറ്റവും
കൂടുതൽ സ്ട്രീമിങ് ഇതിനാണ്. പ്രണയാരവം എന്നൊരു സോങ്ങിനുണ്ട്, അത് കഴിഞ്ഞാൽ പിന്നെ ഇതിനാണ്. അപ്പൊ അങ്ങനെ എനിക്കങ്ങനെ ഹിറ്റ്സ് ഒന്നും ഇതുവരെ അങ്ങനെ ഇല്ല. അകം സോങ് ആൾക്കാർക്ക് കുറച്ച് പേർക്ക് അറിയാം, പ്രണയാരവം അറിയാം. പിന്നെ ഇപ്പൊ മന്നനെ ഇങ്ങനെ കയറി നിൽക്കുന്ന കാണുമ്പോൾ ഞാൻ ഭയങ്കര സർപ്രൈസ്ഡ് ആയിപ്പോയി. എൻ്റെ ഒരു ഫ്രണ്ട് ട്രിവാൻഡ്രത്ത് നിന്ന് ട്രെയിനിന് കൊച്ചിക്ക് വന്നുകൊണ്ടിരിക്കുക. അപ്പൊ എത്തിക്കഴിഞ്ഞപ്പം എൻ്റെ സ്റ്റോറിയിൽ ഇങ്ങനെ ഈ സോങ് ഞാൻ റീഷെയർ ചെയ്യുന്ന കണ്ടു. അപ്പൊ അവൻ ആ നല്ല സോങ് 2-3 ദിവസമായിട്ട് കേൾക്കുന്നുണ്ട്, ആരാവോ എഴുതിയെന്ന്. അവൻ ഞാനാണ് പിന്നെ അവൻ പറഞ്ഞു പിന്നെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇവനെ അറിയണില്ലല്ലോ. അവൻ എടാ ഇത് തമിഴ് സോങ് ആണ്, ഇത് ചെന്നൈയിലൊക്കെ ആൾക്കാർ കേൾക്കുന്ന ഒരു തമിഴ് സോങ് ആണെന്ന് ആള് പറഞ്ഞു. അപ്പൊ ഞാൻ ചിരിച്ചിട്ട് പറഞ്ഞു അതെയല്ലേ ശരിയെന്ന്. അപ്പൊ എന്റെ ഫ്രണ്ട്സ് അപ്പുറത്തിരുന്നവര് പറഞ്ഞു ക്രെഡിറ്റ്സ് നോക്കാൻ പറഞ്ഞു. അപ്പോഴാണ് ആളറിയണം. ആള് കുറെ നേരം ഇങ്ങനെ സ്റ്റക്ക് ആയിട്ടിരിപ്പുണ്ടായിരുന്നു. പുള്ളി എക്സ്പെക്ട് ചെയ്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ ആളും കരുതിയത് തമിഴ്നാട്ടിലുള്ള ഏതോ ഒരു സോങ് ആൾക്കാരൊക്കെ ട്രെയിനിൽ ഇപ്പൊ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഫസ്റ്റ് പിന്നെ അത് ഇഷ്ടമായി. ഞങ്ങളെല്ലാരും അന്ന് ചിരിയായിരുന്നു ഇത് കേട്ട്. എനിക്ക് തോന്നുന്നു ഈ പാട്ട് ഇതിനു മുൻപ് പ്ലേലിസ്റ്റ് ഒക്കെ ഇറങ്ങിയ സമയത്ത് നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എവിടെയായിരിക്കും ഇത് പ്ലേസ് ചെയ്യുക എന്നുള്ള ഒരു കാര്യം നമ്മൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും. ഇപ്പൊ പല പല സോങ്ങുകളുണ്ട്, പല റെട്രോ വൈബിലുള്ള സോങ്ങുകളുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഇളയരാജയുടെ സോങ്സ് പോലെ ഒരു നമുക്ക് ഫീൽ ചെയ്യിപ്പിക്കുന്ന കുറെ സോങ് ഉണ്ട്. അപ്പൊ പല ആളുകളും വിചാരിക്കുന്നത് ഇത് ആ സോങ് എടുത്തിട്ട് റീക്രിയേറ്റ് ചെയ്തതാണോ എന്നുള്ള ചിന്ത വരുന്നുണ്ടല്ലോ. അതെ അതെ. അപ്പൊ അങ്ങനെ കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ റെഫറൻസ് അത് തന്നെ ആയിരുന്നല്ലോ. അങ്ങനത്തെ കുറെ മൂവി സോങ്സിന്റെ റെഫറൻസ് തന്നെ സോങ്ങിന് ഉണ്ടായിരുന്നു. ലിറിക്സിന് എനിക്ക് അങ്ങനെ റെഫറൻസ് ഒന്നും തന്നില്ല, ഇഷ്ടമുള്ള പോലെ എഴുതാനാ പറഞ്ഞത്. അതെ. പക്ഷേ ആ ലിറിക്സ് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ആ ലിറിക്സും കൂടി ശ്രദ്ധിക്കും. മ്യൂസിക്കിന്റെ കൂടെ തന്നെ ലിറിക്സും കൂടി ശ്രദ്ധിക്കുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഹരിതയുടെ വിജയം തന്നെയാണ്. ശരിക്കും അത് കുറെ പേര് ലിറിക്സ് ചോദിച്ചിരുന്നു. ഇൻസ്റ്റാഗ്രാമിൽ പാട്ട് പാടിയിടാൻ വേണ്ടിയിട്ട് കുറച്ച് പേര് എന്നോട് ചോദിച്ചു, മാം ലിറിക്സ് ഒന്ന് തരും. അപ്പം ഞാൻ ലിറിക്സ് വിത്ത് മീനിങ് തന്നെ കൊടുത്തു. അപ്പോൾ ആ കുട്ടി അത് പോസ്റ്റ് ഒക്കെ ചെയ്തു, ഭയങ്കര ഹാപ്പിനെസ് ഉണ്ട് ഇങ്ങനെ തന്നതിൽ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എനിക്കെന്ന് വെച്ചാൽ മീനിങ് കറക്റ്റായിട്ട് മനസ്സിലാക്കി അവരത് പാടണം എന്നുള്ളത് കൊണ്ട് ഞാൻ സബ് ടൈറ്റിൽസിനോട് ചോദിച്ചിട്ട് മീനിങ്ങും കൂടെ അയച്ചു കൊടുത്തതാണ്. അപ്പോൾ അവർക്കത് നല്ല രീതിയിൽ പാടാൻ പറ്റുമല്ലോ. അങ്ങനെ 2 പേര് പാടിയിട്ടു, വേറെ ആൾ പാടിക്കൊണ്ടിരിക്കണമെന്ന് ഇങ്ങനെ പറയണം. അപ്പം സന്തോഷം ശരിക്കും മുഖത്ത് അറിയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചെയ്തൊരു പാട്ട്, ലിറിക്സ് ചെയ്തിട്ടുള്ള ഒരു പാട്ട് തിയേറ്ററിൽ വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ, അതെങ്ങനെയായിരുന്നു? നമ്മൾ ആദ്യമായിട്ട് നമ്മളിപ്പോൾ വീട്ടിലിരുന്ന് വരികൾ എഴുതും, അല്ലെങ്കിൽ മ്യൂസിക് ഡയറക്ടർ പറഞ്ഞ മ്യൂസിക്കിനനുസരിച്ച് നമ്മൾ വരികളൊക്കെ എഴുതും. പക്ഷെ നമ്മൾ തിയേറ്ററിൽ വരുന്ന സമയത്ത് ആ ഒരു എക്സൈറ്റ്മെന്റ് എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് ഫസ്റ്റ് സോങ് ഇറങ്ങുമ്പോൾ ഉള്ള അതേ എക്സൈറ്റ്മെന്റ്സ് എല്ലാ സോങ്സ് ഇറങ്ങുമ്പോഴും ഉണ്ട് ഇപ്പോഴും. ഇപ്പം എൻ്റെ ഫസ്റ്റ് തിയേറ്റർ വാച്ച് കുടുക്കെന്ന് പറയുന്ന മൂവിയിലായിരുന്നു. അപ്പോൾ അതിൽ പൂവേന്നൊരു സോങ് എഴുതി ഭൂമി ചെയ്ത്, അതിൽ ഉണ്ടായ എക്സൈറ്റ്മെന്റ് എനിക്ക് എല്ലാ സോങ്സ് തിയേറ്ററിൽ കാണുമ്പോഴും ഉണ്ട്. മന്നനെ എനിക്കറിയില്ലായിരുന്നു സ്റ്റാർട്ടിങ്ങിലാണെന്ന് ഞാൻ ഇപ്പോൾ റിവീൽ ചെയ്യാണ്. സ്റ്റാർട്ടിങ് പോർഷൻ തന്നെ വരുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. വീട്ടുകാരൊക്കെ പോയി ഇങ്ങനെ കാണണം എന്നൊക്കെ പറയുമ്പോഴും ഞാൻ എവിടെയാണ് ഇതെന്ന് പറഞ്ഞില്ല, അവരും സർപ്രൈസ്ഡ് ആയിക്കോട്ടെ എന്ന് തന്നെ കരുതി. അങ്ങനെ സന്തോഷമാണ്. തിയേറ്ററിലല്ല, നമുക്ക് തിയേറ്റർ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടുള്ള ചില മൂവീസ് ഉണ്ട്, അവിടെ ഡിമാൻഡിങ് ആയിട്ടുള്ള കുറച്ച് സോങ്സ് ഉണ്ട്. അപ്പോൾ അത് അങ്ങനെ തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളത് കൊണ്ട് ഞാനും എല്ലാവരോടും പറഞ്ഞു, നിങ്ങൾ OTT വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത്, മൂവി പോയി തിയേറ്ററിൽ തന്നെ കാണണം എന്ന് പറഞ്ഞു. ഇതിലെല്ലാ സോങ്സും അതെ, നമുക്ക് നിലാക്കായും ഒക്കെ തിയേറ്ററിൽ തന്നെ കേൾക്കുമ്പോഴാണ് ആ ഒരു ഫീൽ നമുക്ക് മനസ്സിലാവുന്നത്. അതിന്റെ പ്ലേസ്മെന്റ് അങ്ങനെയാ. അതെ, അതായത് നേരത്തെ പറഞ്ഞ പ്ലേസ്മെന്റിന്റെ കാര്യം എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ആയുർവേദ ഡോക്ടറായ ലിറിക്സിസ്റ്റ് എന്നാണ്. എനിക്ക് ഇത് ശരിക്കും പറഞ്ഞാൽ ഹരിതനെ നമ്മൾ റിസർച്ച് ചെയ്ത സമയത്ത് കണ്ട ഒരു കാര്യമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആയുർവേദ ഡോക്ടർ ആയിട്ട് ലിറിക്സിസ്റ്റ് ആയതാണോ, അതോ ലിറിക്സിസ്റ്റ് ആയിട്ട് ആയുർവേദ ഡോക്ടർ ആയതാണോ? ആയുർവേദ ഡോക്ടറായി കഴിഞ്ഞിട്ട് ലിറിക്സിസ്റ്റ് ആയതാണ്. ഞാൻ ചെറുതിൽ എഴുതുമായിരുന്നു, പക്ഷെ ലിറിക്കിലേക്ക് വന്നിട്ട് ഇപ്പോൾ 4 years 5 years ആയുള്ളൂ. അപ്പൊ അതെങ്ങനെയായിരുന്നു അതൊന്നൊരു ചേഞ്ച്, അല്ലെങ്കിൽ ലിറിക്സ് എഴുതണം എന്നൊക്കെ തോട്ട് വന്ന ആ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജ് എങ്ങനെയായിരുന്നു? ലിറിക്സ് എഴുതുമെന്ന് ഞാൻ എൻ്റെ സ്വപ്നത്തിൽ കരുതിയിട്ടില്ല. ആക്സിഡൻ്റൽ ലിറിസിസ്റ്റ് ആണ്. പക്ഷേ ലിറിക്സ് ഭയങ്കര ഒബ്സഷൻ ഉണ്ടായിരുന്നു. ചെറുതിലെ ഞാനിങ്ങനെ എഴുതി വെക്കും, ഇഷ്ടമുള്ള ലിറിക്സ് ഒക്കെ എഴുതുന്ന ഒരു ബുക്ക് എനിക്കുണ്ടായിരുന്നു. കാരണം എല്ലാ പഴയ പാട്ടുകളുടെ വരികൾ എനിക്കറിയാം. ഇപ്പോഴും നമ്മൾ മേഫിലിനൊക്കെ പോയിരിക്കും ആരുടെയെങ്കിലും ഒക്കെ, അത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ലിറിക്സ് എല്ലാം അറിയാം, കാണാതെ അറിയാം. എനിക്ക് കുറേ ലിറിക്സ് കാണാതെ അറിയാവുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു കഥ തുടങ്ങുന്നത് കുഞ്ഞിലെയാണ്. അപ്പം ചെറുതിലെ നമ്മൾ കേൾക്കുന്ന സോങ്സൊക്കെ നോട്ട് ചെയ്ത് വെക്കാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ എപ്പോഴും പാട്ട് കേൾക്കുമായിരുന്നു. വീട്ടിലെപ്പോഴും പാട്ട് കേട്ടുകൊണ്ടിരിക്കും. അമ്മ എപ്പോഴും ടേപ്പ് റെക്കോർഡർ തൊട്ട് CD, എല്ലാ കാലഘട്ടങ്ങളിലും ഇപ്പം ബ്ലൂടൂത്ത് സ്പീക്കർ, എപ്പോഴും പാട്ട് കേൾക്കുന്ന ഒരു വീടാണ്. എപ്പോഴും പാട്ട് വെക്കും.
അച്ഛനൊന്നും അങ്ങനെ പാട്ടൊന്നും കേൾക്കില്ല, പക്ഷെ നിറയെ ബുക്സ് വായിക്കും. അപ്പോൾ ഇത് രണ്ടും കൂടെ വരുന്നത് എനിക്ക് തോന്നുന്നു ലിറിക്സിലാണല്ലോ. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം പാട്ടിൻ്റെ വരികളായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ കേട്ട് കേട്ട് പഴയ പാട്ടുപുസ്തകങ്ങൾ, അങ്ങനത്തെ കുറേ രവീന്ദ്രൻ ഹിറ്റ്സ്, ജോൺസൺ ഹിറ്റ്സ് എന്നൊക്കെ പറഞ്ഞ് പാട്ടുപുസ്തകങ്ങൾ ഇറങ്ങുമല്ലോ, ഇതെല്ലാം എനിക്ക് ഉണ്ടായിരുന്നു, കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഓർഫനേജിൽ പോകാറുണ്ട് നമ്മൾ എല്ലാ വർഷവും. അപ്പോൾ അവിടുത്തെ കുട്ടികൾക്ക് ഞാൻ ഇതെല്ലാം അങ്ങ് കൊടുക്കും. എൻ്റെ ഒരു വർഷത്തെ ഫുൾ കളക്ഷൻസ് ഞാൻ അവർക്ക് കൊണ്ട് കൊടുക്കും. അടുത്ത വർഷം വീണ്ടും വാങ്ങും, അവർക്ക് കൊടുക്കും. അങ്ങനെ ആ ഒരു കളക്ഷൻ ഭയങ്കരമായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു, അങ്ങനത്തെ ലിസണിങ്ങും. അപ്പോൾ ഒരു 4 years മുന്നേ ആണ് ഞാൻ ഹൗസ് ഏജൻസി ഒക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങിയ സമയത്താണ് എൻ്റെ ഒരു സീനിയർ പറഞ്ഞത്, ഇങ്ങനെ ഒരു സോങ് എഴുതി നോക്കുമോ, വരികൾ എഴുതി നോക്കുമോ എന്ന് കരുതി അങ്ങനെ എഴുതിയതാണ്. പക്ഷെ ഫിലിം സീരിയസ് ആയിട്ട് ഇപ്പോൾ തുടങ്ങിയിട്ട് 4 വർഷമായുള്ളൂ. അപ്പം സിനിമയിലോട്ടുള്ള ഒരു തുടക്കം എങ്ങനെയായിരുന്നു? സിനിമയിൽ ഇപ്പൊ കൈലാസ് മേനന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്, ഇപ്പൊ ഈ പറഞ്ഞ പോലെ മുജീബ് റഹ്മാന്റെ കൂടെ വർക്ക് ചെയ്തു, ബിബിൻ അല്ലേ മുജീബ് മജീദിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ ബിബിൻ അശോകിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ തുടക്ക കാലഘട്ടത്തിൽ വരുന്ന സമയത്ത് ഒരു ലിറിക്സ് എഴുതാന്ന് പറയുമ്പോൾ, ഇപ്പോൾ പല ലിറിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കാലഘട്ടങ്ങളിൽ എന്ന് പറഞ്ഞാൽ ഒരു അർത്ഥം നോക്കിയിട്ടൊക്കെയുള്ള മീനിങ് ഒക്കെ നോക്കിയിട്ടുള്ള വരികളാണ് എപ്പോഴും ഉണ്ടാവാറുള്ളത്. ഇപ്പോൾ കാലഘട്ടം മാറിയ സമയത്ത് അതിനൊക്കെ മാറ്റം വന്നു തുടങ്ങി. അപ്പോൾ ആ സിനിമയിൽ വന്ന സമയത്ത് ലിറിക്സ് എഴുതുന്ന സമയത്ത് എത്രത്തോളം എങ്ങനെയായിരിക്കും സിനിമ, നമ്മൾ അതുവരെയും കണ്ടിട്ടില്ലാത്തൊരു ഫീൽഡാണ്. അപ്പോൾ ആ വന്ന സമയത്ത് എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് ഈ പറയുന്ന അങ്കുഷ് എന്ന് പറയുന്ന സീനിയറുടെ വർക്ക് വന്നു കഴിഞ്ഞിട്ട് അത് ഞാൻ ഷെയർ ചെയ്തു. എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു, വാട്സാപ്പിലും FBയിലും ഒക്കെ. അത് കണ്ടിട്ട് കാവ്യ അജിത്ത് എന്നൊരു സിംഗറുണ്ട്, കമ്പോസറാണ്, പുള്ളിക്കാരിയുടെ വർക്ക് വന്നു. അത് കേട്ടിട്ടാണ് കൈലാസേട്ടൻ്റെ വർക്ക് വരുന്നത്. അപ്പം അതിൻ്റെ ജേണി ഭയങ്കര ഓർഗാനിക് ആയിരുന്നു എന്ന് ഞാൻ ഇപ്പോൾ ശ്രദ്ധിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം ഞാൻ ഒരിക്കലും ആഗ്രഹിച്ച് വന്നൊരു പ്രൊഫഷൻ അല്ല. എനിക്കിഷ്ടമാണ് ലിറിക്സ്, എനിക്കിഷ്ടമാണ്. അല്ലാതെ ലിറിക് റൈറ്റർ ആകുമെന്ന് എൻ്റെ വിദൂര സ്വപ്നത്തിൽ പോലും ഇല്ലല്ലോ, ഇഷ്ടമാണെന്നേ ഉള്ളൂ. അപ്പം ഇവരുടെ വർക്ക് വന്ന സമയത്ത് ഞാൻ ഈ പാട്ട് എഴുതി നിർത്താം, അങ്ങനെ അങ്കുഷേൻ്റെ സോങ് എഴുതി നിർത്താം. അത് കഴിഞ്ഞിട്ടൊരു വേറൊരു അമീറ എന്നൊരു മൂവി ഉണ്ട്, അതിൽ അനൂപ് ജേക്കബ് എന്നാണ് മ്യൂസിക് ഡയറക്ടർ പേര്. അത് ഈ അങ്കുഷേൻ്റെ സോങ്ങിന് ഓർക്കസ്ട്ര ഒക്കെ ചെയ്തിരുന്ന അവരായിരുന്നു. അപ്പോൾ അങ്ങനെ അമീറ മൂവിയിലേക്ക് വരുന്നത്. അമീറയുടെ സോങ്ങും കേട്ടിട്ടാണ് ആക്ച്വലി കാവ്യയുടേത് വരുന്നത്. പക്ഷെ ഇതെല്ലാം ഇറങ്ങിയതെല്ലാം ഒരേ സമയത്തായതുകൊണ്ട് എല്ലാം ഒരു പെട്ടെന്ന് സംഭവിക്കുമായിരുന്നു. അപ്പോൾ കാവ്യയുടേത് വരുന്നു, കാവ്യയുടെ സോങ് കേട്ട് കൈലാസേട്ടൻ വിളിക്കുന്നു. അപ്പോൾ കൈലാസേട്ടൻ പറഞ്ഞത് ഒരു സോങ് ഉണ്ട്, ഹരിത നാളത്തേക്ക് ഒന്ന് എഴുതരുമോ, ഞാൻ കാവ്യക്ക് വേണ്ടി ഹരിത എഴുതിയത് കേട്ട് എനിക്ക് ഇഷ്ടമായതുകൊണ്ടാണ് വിളിക്കുന്നത്, നാളെ വേണം കേട്ടോ എന്ന്. അപ്പം എൻ്റെ ഫസ്റ്റ് ഇത് വർക്കാണല്ലോ, അപ്പം എനിക്ക് നാളെ വേണമല്ലേ. അപ്പം എൻ്റെ വിചാരം എന്താണ്, എല്ലാ പാട്ടുകളും ഇങ്ങനെ സംഭവിക്കുക. അപ്പം ഞാൻ എഴുതരാമെന്ന് പറഞ്ഞ് ഞാൻ നൈറ്റിരുന്ന് എഴുതി കൊടുത്തു. ഭയങ്കര സീരിയസ് ആയിട്ട് ഞാൻ കാണേണ്ട ഒരു കാര്യമാണെന്നൊന്നും അന്ന് എനിക്ക് 2017-18 സമയത്താണ്, 18ലാണ്. അപ്പോൾ എനിക്കത് അത്രയും ഐഡിയ ഒന്നും ഇല്ല ഇതിങ്ങനെ വരും എന്ന്. ഇത് റെക്കോർഡിങ്ങിൻ്റെ അന്നാണ് എനിക്ക് എക്സൈറ്റ്മെൻറ്റ് മനസ്സിലാവുന്നത്. ലൈക്ക് നമ്മളിത് എക്സൈറ്റ് ചെയ്യുന്നുണ്ട്, നമുക്ക് ഇങ്ങനെ ജീവിക്കുന്നത് നമുക്ക് സന്തോഷം തരുന്നുണ്ട്. അപ്പം ഞാൻ ഭയങ്കര സന്തോഷമായിരുന്നു. ഫസ്റ്റ് റെക്കോർഡിങ്ങിൻ്റെ വീഡിയോ കൈലാസേട്ടൻ അയച്ചു തരുമ്പോൾ എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു. കാരണം എനിക്ക് പോകാൻ പറ്റിയില്ല, കോവിഡൊക്കെ ആയിട്ട്. ആ സമയം ഇങ്ങനെ എല്ലാവരും ലോക്ക്ഡൗൺ ഒക്കെ ഇരിക്കുന്ന ഒരു ടൈമൊക്കെ ആവുന്ന ടൈമാണ്. എനിക്ക് തോന്നുന്നപ്പോൾ 19 തന്നെയാണ് കേട്ടോ, 19 ലാസ്റ്റ്. അപ്പോൾ ആ സമയത്ത് എനിക്ക് എക്സൈറ്റ്മെന്റ് ഭയങ്കരമാണ്. അപ്പൊ ഞാൻ വീട്ടിൽ ഇങ്ങനെ ചോദിച്ചു, ഞാൻ റെക്കോർഡിങ്ങിന് പോട്ടെ എന്ന്. അപ്പൊ അമ്മ പറഞ്ഞു ഈ സമയത്ത് പോകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് പോയില്ല. പിന്നെ അത് 2020 വരെയും എനിക്ക് 2-3 വർക്ക്സ് കൈലാസേട്ടൻ ഷെയർ ചെയ്ത ഈ ഒരു കുഞ്ഞ് ഒരു ബിറ്റുണ്ട്, ആ ഒരു സോങ്ങിൻ്റെ വീഡിയോ ഉണ്ടായിരുന്നു. അത് കണ്ടിട്ട് കുറേ വർക്ക് വന്നു, എൻ്റെ നാരായണിക്ക്, പിന്നെ വേറെ കുറേ പേരുടെ വർക്ക്സ് വന്നു. അപ്പം എനിക്കിത് ഭയങ്കരമായിട്ട് ലൈഫ് ചേഞ്ച് ആവുന്ന ഒരു ഫീലുണ്ട്. അപ്പോൾ എൻ്റെ പ്രൊഫഷൻ ഞാൻ 8 years ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുള്ളതുകൊണ്ട് എനിക്ക് പ്രൊഫഷൻ അവിടെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ എങ്ങനെയാണ് ഇത് ബാലൻസ് ചെയ്ത് പോവുക, ഫിലിം എങ്ങനെയാണ് ഒന്നും എനിക്ക് അറിയൊന്നുമില്ല. ഞാൻ ട്രൈ ചെയ്യാമെന്ന് കരുതിയിട്ട് തന്നെ എഴുതി കൊടുത്താൽ എഴുതിയാൽ മതിയല്ലോ, പെർഫോമർ ആവേണ്ട ആവശ്യമില്ല, സ്റ്റേജ് അല്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ടെൻഷനൊന്നുമില്ല. അങ്ങനെ എഴുതി കൊടുത്തു. പിന്നെ എനിക്ക് ഈ വർക്ക്സ് വരുന്ന സമയത്ത് നാട്ടിൽ നിന്ന് കൊച്ചി വരെ പോകുന്നത് റെക്കോർഡിങ് ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ കൊച്ചിയിലേക്ക് ജോബ് നോക്കി, അത് കിട്ടി. അങ്ങനെ ഞാൻ കൊച്ചിയിലേക്ക് മാറുക, ഫിലിമിൽ കുറച്ചും കൂടെ നന്നായിട്ട് എഴുതാൻ പറ്റേ, അങ്ങനെയായിരുന്നു. അല്ല, ഇപ്പം നേരത്തെ പറഞ്ഞു, അതായത് ഇപ്പം പ്രൊഫഷൻ എന്ന് പറയുന്നത് ആയുർവേദ ഡോക്ടറാണ്. ഇപ്പം രണ്ടും കൂടി കൊണ്ടുപോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു കാര്യം തന്നെയാണ്. ഇതെങ്ങനെയാണ് ശരിക്കും അത് ഒരു പാട്ട് എഴുതുന്ന സമയത്ത് 2 പ്രൊഫഷനും കൊണ്ടുപോകണം, അതെങ്ങനെയാണ് സാധിക്കുന്നത്? ശരി, എനിക്ക് ആയുർവേദം ഭയങ്കര ഇഷ്ടമാണ്, സംസ്കൃതം ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ആയുർവേദം എടുത്തു. അപ്പോൾ എനിക്ക് അത് സാക്രിഫൈസ് ചെയ്തിട്ട് വേറൊന്നും ചെയ്യേണ്ട എന്നുള്ള തീരുമാനം തുടക്കം മുതലേ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് രണ്ടും കൂടെ ബാലൻസ് ചെയ്ത് പോവുകയാണെങ്കിൽ മാത്രമേ ലിറിക് റൈറ്റിങ്ങിലേക്ക് കയറുന്നുള്ളൂ എന്നും തീരുമാനിച്ചിരുന്നു. അങ്ങനെയാണ് ഞാൻ കൊച്ചിയിൽ ജോബ് നോക്കി അവിടെ തന്നെ
കയറി അതിൻ്റെ കൂടെ തന്നെ ലിറിക്സും പാരലലി കൊണ്ടുപോകാൻ പറ്റുമെന്ന് തോന്നി. പിന്നെ അന്ന് ഇത്രയും വർക്ക്സ് ഇല്ല, ആ സമയത്ത് എനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. ഇപ്പോൾ വർക്ക്സ് ഉണ്ട്, പക്ഷെ ഞാൻ അത് അനുസരിച്ച് അത് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട് ജോബ്. അപ്പോൾ ഇഷ്ടമുള്ളത് കൊണ്ടായിരിക്കും മേ ബി. രണ്ടും ഇഷ്ടമാണ്, അതുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. അപ്പോൾ ലിറിക് റൈറ്റിംഗ് കുറച്ചും കൂടെ എനിക്ക് വീട്ടിലിരുന്നിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണല്ലോ. പേഷ്യൻസിനെ പോലും നമുക്ക് എപ്പോഴും അവിടെ നമ്മുടെ പ്രസൻസ് ആവശ്യമുള്ളതായിരിക്കില്ല എപ്പോഴും ലിറിക്സിന്. നമ്മൾ വീട്ടിൽ ഇരുന്ന് വർക്ക് ചെയ്താൽ മതി. സ്റ്റുഡിയോസിൽ ചിലത് പോകേണ്ടി വരും, ചില സിംഗേഴ്സിന് ഡിക്ഷനൊക്കെ നോക്കേണ്ടി വരും. ആ സമയത്ത് നമുക്ക് പോകേണ്ടി വരും. അവർ പറയും വരണം എന്നുണ്ടെങ്കിൽ അപ്പോൾ പോയാൽ മതി. അല്ലാതെ ബാക്കി സമയങ്ങളെല്ലാം നമുക്ക് വീട്ടിലിരുന്ന് വർക്ക് ഫ്രം ഹോം പോലെ തന്നെ ചെയ്യാവുന്ന ഒരു ജോബാണ് എനിക്ക് ലിറിക് റൈറ്റിംഗ്. പിന്നെ ആയുർവേദം ഇപ്പം ഇടയ്ക്ക് ഞാനൊന്ന് നിർത്തി നോക്കിട്ടോ, വർക്ക് ചെയ്ത് ഒരു 20 days ഞാൻ ഒന്ന് ബ്രേക്ക് എടുത്ത് നോക്കി ഫുൾ ടൈം ലിറിസിസ്റ്റ് ആയിട്ട് ഇരിക്കാം എന്നൊക്കെ. പക്ഷെ എനിക്ക് എന്തോ ഒരു വിഷമം, അതായത് പേഷ്യൻസിനെ കാണാതിരിക്കാൻ പറ്റണില്ല. കാരണം നമ്മൾ ഒരുപാട് ടീച്ചേഴ്സിൻ്റെ അടുത്ത് പോയി ഞാൻ പഠിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അവർ പറഞ്ഞു തന്ന കാര്യങ്ങളൊന്നും നമ്മൾ എവിടെയും പ്രയോഗിക്കാതെ ഇത് മാത്രമായിട്ട് ചെയ്യുമ്പോൾ ഒരു കുറ്റബോധമുണ്ട് ശരിക്കും. ഇത്രയും നല്ലൊരു കോഴ്സ് പഠിച്ചിട്ട് അത് പ്രാക്ടീസ് ചെയ്യാതിരിക്കുന്നത് എന്നോട് ചെയ്യുന്ന ഇൻജസ്റ്റിസ് ആയിട്ട് തോന്നി. അതുകൊണ്ട് ഞാൻ രണ്ടും കൂടെ ഒന്നിച്ച് കൊണ്ടുപോകണതാ. അല്ല, അത് വലിയൊരു കാര്യം തന്നെയാണ്. അതായത് നമുക്ക് ഇഷ്ടപ്പെട്ടുള്ള രണ്ട് പ്രൊഫഷൻസ് ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നത് ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ്. ബുദ്ധിമുട്ടാണെന്നാ ആദ്യം കരുതി, ആണ് ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ കുഴപ്പമില്ല, അത് മാനേജബിൾ ആണ് ഇപ്പോൾ. അതെ, അത് അതിനോടൊരു ഇഷ്ടമുള്ളത് കൊണ്ടാണല്ലോ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നത്. അതെ, ഇഷ്ടമുള്ള കാര്യങ്ങൾ നമുക്ക് ഇഷ്ടമല്ലേ ചെയ്യാൻ. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് നോക്കി. കുറെ നാൾ കഴിയുമ്പോൾ ഇനി ഇത് എങ്ങനെയാണെന്ന് എനിക്ക് അറിയാൻ പറ്റില്ല. അതിനുവേണ്ടി നമ്മൾ സമയം കണ്ടെത്തുന്നുണ്ട്. ഇപ്പൊ ലിറിക്സിന് ഒരു ടൈം അങ്ങനെ ഫിക്സ് ചെയ്ത് വെക്കുകയല്ല. ഞാനിപ്പോൾ ഒരു ഡേറ്റ് ചോദിക്കും, ഈ ഡേറ്റിന് മതിയോ നിങ്ങൾക്ക് സോങ്, അപ്പോൾ അത് മതി എന്ന് പറഞ്ഞാൽ അന്ന് തന്നെ അതിനു വേണ്ടി ഫുൾ ഇരുന്നിട്ട് എഴുതി കൊടുക്കുകയാണ്. ഇപ്പോൾ ക്ലിനിക്കിൽ പോകുന്ന സമയത്ത് എനിക്ക് സമയം കിട്ടാറുണ്ട്. ഇപ്പോൾ ഒരു പേഷ്യന്റ് ഒരുപാട് ഗ്യാപ്പ് കിട്ടുന്ന സമയത്ത് നമുക്ക് അവിടെ ഇരുന്നിട്ടും ചെയ്യാം. അങ്ങനെ എമർജൻസി ആയിട്ട് വരുന്ന വർക്ക്സ് ഒക്കെ ഇത് തുടക്കം തൊട്ടേ എനിക്ക് ഇങ്ങനെ യുദ്ധകാല അടിസ്ഥാനത്തിലാണ് എഴുതേണ്ടി വന്നിട്ടുള്ളത്. അതുകൊണ്ട് ടൈം കിട്ടുന്നുണ്ട്. ടൈം ഭയങ്കര അതൊരു എക്സസൈസ് ആയിരുന്നു. പിന്നെ നമ്മൾ പണ്ട് കോമ്പറ്റീഷൻസിനൊക്കെ പോകുമ്പോഴും ഇങ്ങനെ സമയപരിധി ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. 1 hour കഥ എഴുതി കൊടുക്കണം, കവിത എഴുതി കൊടുക്കണം. ആ ഒരു എക്സ്പീരിയൻസ് ഇതിന് ഉപകരിച്ചിട്ടുണ്ട്. ഈ സമയത്തിനുള്ളിൽ നമ്മൾ എഴുതി കൊടുത്ത് ശീലിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പൊ മൾട്ടി ലാംഗ്വേജിൽ എഴുതിയിട്ടുണ്ടായിട്ട് മലയാളം അല്ലെങ്കിൽ സംസ്കൃതം, തമിഴ്. അപ്പൊ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് അതായത് വർക്ക് ചെയ്യണം നന്നായിട്ട്. അതായത് ഒരു ലാംഗ്വേജ് എടുക്കുന്ന സമയത്ത് ലാംഗ്വേജിന്റെ ലിറിക്സ് എഴുതുന്ന സമയത്ത് അതിന്റെ അർത്ഥങ്ങൾ എങ്ങനെയാണോ അത് എവിടെ പ്ലേസ് ചെയ്യണം എന്നുള്ള തരത്തിലൊക്കെ ചിന്തിക്കാറുണ്ടോ? ആക്ച്വലി ഒരുപാട് എഴുതുന്നതിന് മുന്നേ ഒരുപാട് ചിന്തിക്കും. എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ അതങ്ങനെ ആ ഒരു ഫ്ലോയ്ക്ക് അങ്ങ് എഴുതുകയാണ് കേട്ടോ. പിന്നെയാണ് ഞാൻ കറക്ഷൻ ഇരിക്കുന്നത്. ഒരുപാട് നേരം അതിൽ തന്നെ ഇരുന്ന് ആലോചിക്കുകയല്ല, ചിന്തകൾ ഓൾറെഡി ഉണ്ട്. ആ ചിന്തകളിൽ ഇരുന്നിട്ടാണ് ഇത് എഴുത്തിങ്ങനെ വരുന്നത്. അപ്പം എനിക്ക് ലാംഗ്വേജ് ഒരു പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. അറിയാവുന്ന ഭാഷകൾക്ക് അതൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. സംസ്കൃതം അറിയാവുന്ന ഭാഷയാണ്, ഇംഗ്ലീഷ് കുഴപ്പമില്ല, ഇപ്പം തമിഴ് കുഴപ്പമില്ല. ഹിന്ദി കുറച്ച് ബുദ്ധിമുട്ടാണ്. ഹിന്ദിയിൽ ഞാൻ ആഡ്സ് എഴുതിയിട്ടുണ്ട്, പിന്നെ ഒരു ഇൻഡി ട്രാക്ക് എഴുതിയിട്ടുണ്ട്. പക്ഷെ കുറച്ച് സമയം വേണം അതിന്. പിന്നെ അതിന് നമുക്ക് കറക്ഷൻസ് ആരോടെങ്കിലും ചോദിക്കേണ്ടതായിട്ടും വരും. ഹിന്ദി മൂവിയിൽ സംസ്കൃതം ചെയ്തിട്ടുണ്ട്, അത് പിന്നെ ആരോട് ചോദിക്കേണ്ടല്ലോ, നമ്മുടെ ഇഷ്ടത്തിന് എഴുതാം. അങ്ങനെ അതുകൊണ്ട് ഭാഷ ഒരു പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. ചിന്തകളിൽ എപ്പോഴും ഇതുണ്ട്. നമ്മൾ അത് ആശയത്തിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് ഭാഷ ഒരു പ്രശ്നമായി മാറുന്നത്. പക്ഷെ ആ ഭാഷ നമുക്ക് ഇഷ്ടമുള്ള ഭാഷയാണെങ്കിൽ കുറച്ചും കൂടെ നമ്മൾ അതിൽ ഡെഡിക്കേറ്റഡ് ആയിരിക്കും, ഇൻവോൾവ്ഡ് ആയിട്ട് എഴുതാൻ പറ്റും. പിന്നെ നമ്മുടെ ഇമാജിനേഷൻ ആണല്ലോ, ആ ഇമാജിനേഷനിലേക്ക് ഈ വേർഡ്സിനെ ഒന്ന് അലൈൻഡായിട്ട് കൊണ്ടുവന്നാൽ മതി. അപ്പം വൊക്കാബുലറി വേണം, അങ്ങനത്തെ പാട്ടുകൾ കേൾക്കണം, അങ്ങനത്തെ ബുക്സ് വായിക്കാൻ വേണം. അപ്പൊ അത് ചെയ്യുന്നുള്ളതുകൊണ്ടായിരിക്കും മേ ബി. അല്ല, നമ്മൾ പണ്ട് തുടങ്ങി കാണുന്ന സിനിമകളിലെ പാട്ടുകൾ അല്ലെങ്കിൽ ഇപ്പോഴത്തെ പാട്ടുകൾ എന്ന് പറയുമ്പോൾ വരികൾ നന്നായി ശ്രദ്ധിക്കും എല്ലാവരും. മ്യൂസിക്കിന്റെ കൂടെ തന്നെ വരികളും എല്ലാവരും ശ്രദ്ധിക്കും. അതായത് ആ വരികൾ വെച്ച് നോക്കാം, ഈ ഒരു സ്ക്രീൻ അല്ലെങ്കിൽ ആ ഒരു ഫിലിമിന് ആ ഒരു സീനിൽ ഈ ഒരു ലിറിക്സ് ഭയങ്കര ആപ്റ്റ് ആവുമെന്ന് തോന്നാറുണ്ട് ശരിക്കും. പല സിനിമ ഇപ്പം ഈ മന്നനെ കേട്ടുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. അതുപോലെ തന്നെ സാഹസം, JSK സംസ്കൃതം ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്, ലിറിക്സ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതും പറയുകയാണെന്നുണ്ടെങ്കിൽ സാഹസം മൂവിയിൽ അത് കറക്റ്റ് ആയിട്ടാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതിനെ ഭയങ്കര എലവേറ്റ് ചെയ്തിട്ടുണ്ട് ആ സോങ്ങിനെ. അപ്പൊ ആ ഒരു സോങ് ഒക്കെ എങ്ങനെയാ ചെയ്തിട്ടുണ്ടായിരുന്നു? ക്ലൈമാക്സിനോട് അടുക്കുന്ന സമയത്തുള്ള സോങ്ങാണ് മധുരാനന്ദം, പ്രണയാരവം. അപ്പോൾ അത് ബിബിൻ വിളിച്ചിട്ട് പറയുന്നത് ഈ സിറ്റുവേഷനിൽ ഒരു പാട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് കഥ അറിയാം, ഓൾറെഡി ഫുൾ സ്റ്റോറി എനിക്കറിയാം. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ, എന്താണ് മൊമെൻ്റ്, എന്താണ്? അപ്പോൾ സന്തോഷമാണ്, അവർ തമ്മിലുള്ളൊരു റിയൂണിയൻ പോലൊരു ഇതാണ്. അപ്പോൾ രണ്ടുപേർക്കും പ്രണയത്താൽ ഭയങ്കര സന്തോഷം ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ ആണെന്ന് പറഞ്ഞു. അപ്പോൾ എഴുതി കൊടുത്തു, പെട്ടെന്ന് എഴുതിയതാ. അത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ആക്ച്വലി. കാരണം ബിബിൻ അവിടെ ഒരു സോങ് വരുന്നുണ്ടെന്ന് എനിക്ക് അറിയാം ഓൾറെഡി, പക്ഷെ അവിടെ ലിറിക്സ് ഉണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ഇവിടെ ലിറിക്സ് വേണം, സംസ്കൃതം വേണം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എപ്പോൾ വേണം, ഇപ്പം വേണം, അതായത് അപ്പോൾ കൊടുക്കണം. ഞാൻ പെട്ടെന്ന് എഴുതുന്നതുകൊണ്ടാണ് ബിബിൻ എനിക്ക് തരുന്നത് കേട്ടോ. അത് ബിബിനെ കുറ്റം പറയാൻ പറ്റില്ല, പക്ഷെ ഞാൻ പറഞ്ഞു ഇങ്ങനെ ചെയ്യരുത്, ഇത് കുറച്ച് ടൈറ്റാണ്.
അപ്പോൾ നോക്ക് നമുക്ക് അല്ലെങ്കിൽ നമുക്ക് സമയം എടുത്ത് ഒന്നുകൂടെ അവരോട് ചോദിക്കണം. അപ്പോൾ എനിക്ക് അവർക്ക് ഒന്നും കൂടെ റീലിനൊക്കെ വേണ്ടിയിട്ട് എഡിറ്റേഴ്സിന് സമയം ബിബിൻ ചോദിക്കുന്നത് എനിക്കൊരു ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇപ്പം ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എഴുതി കൊടുത്തതാണ്. അപ്പോൾ എനിക്ക് സിനിമയുടെ സിറ്റുവേഷൻസ് അറിയാവുന്നത് കൊണ്ടും ആ സീനിൽ ഇങ്ങനെ വരണം എന്നുള്ളത് കൊണ്ടും ഞാൻ അതിനോട് ആ സമയത്ത് അത്രയും സമയം നമ്മൾ അതിനു വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിരുന്നാൽ മതി, അപ്പോൾ അതങ്ങ് ശരിയായിക്കോളും. അല്ല, നേരത്തെ പറഞ്ഞ കാര്യം തന്നെ ഞാൻ വീണ്ടും പറയാണ്. അതായത് കോമ്പറ്റീഷൻസിനൊക്കെ പെട്ടെന്ന് എഴുതി കൊടുക്കണം എന്നുള്ളത്, അത് ശരിക്കും അതുകൊണ്ടൊക്കെയാണ് ഇത് ഉപകരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത് പല ലിറിക്സ് എഴുതുന്ന സമയത്ത്. അത് ഈ സമയത്ത് വരുന്നത് എന്തോ ഒരു ഭാഗ്യമാണ്. അങ്ങനെ ആ എഴുതുന്ന സമയത്ത് ആ വേർഡ്സ് അവിടെ തന്നെ കറക്റ്റ് പ്രോപ്പർലി പ്ലേസ്ഡ് ആവുക, അത് അവർക്ക് ഇഷ്ടമാവുക, സിറ്റുവേഷൻസ് ഡിമാൻഡ് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്യുന്നത് പോലെ നമ്മുടെ വാക്കുകൾ അവിടെ ഉപകരിക്കുക എന്നുള്ളത് ഭയങ്കര ഒരു ബ്ലെസ്സിങ് തന്നെയാണ്. എനിക്കെന്തോ ഞാനത് അത്രയും ഞാൻ വായിച്ച സമയത്തൊക്കെ ആലോചിച്ച് കൂട്ടിയ അല്ലെങ്കിൽ എൻ്റെ തലയിലുള്ള വേർഡ്സ് തന്നെയാണല്ലോ അവിടെ വരുന്നത്. അപ്പം അത് അലൈൻഡായിട്ട് വരുന്നത് നല്ല കാര്യമാണ്. പക്ഷെ നമ്മളോട് ചെയ്യേണ്ട നീതി എന്ന് പറയുന്നത് വായിക്കുക, വീണ്ടും ഒരുപാട് വായിച്ച് വൊക്കാബുലറി കൂട്ടിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. എത്രയും വായിക്കുന്നോ അത്രയും നല്ലതാണ്, എത്രയും വേർഡ്സ് അറിയാമോ അത്രയും നല്ലതാണ്. സംസ്കൃതമാണെങ്കിലും സംസ്കൃതമൊക്കെ ഒരുപാട് വായിച്ചിട്ടുണ്ട്, സന്ദേശകാവ്യങ്ങളൊക്കെ ഇരുന്ന് വായിക്കേണ്ടി വന്നിട്ടുണ്ട്. കാരണം പഠിക്കുന്ന സമയത്ത് നമുക്ക് വായിക്കണം. പിന്നെ ഞാൻ MA ലിറ്ററേച്ചർ സംസ്കൃതം പഠിക്കുന്നുണ്ട് പാരലലി, അപ്പോൾ അതിൻ്റെത് നമ്മൾ ആ രീതിക്ക് വായിക്കണം. പിന്നെ കാവ്യാദർശമൊക്കെ എൻ്റെ മാഷ് പഠിപ്പിക്കുന്ന സമയത്തും പറയും ഇങ്ങനത്തെ പദങ്ങൾ ഉപയോഗിക്കരുത്, ഇങ്ങനത്തെ പദങ്ങൾ ഉപയോഗിക്കണം. അതായത് ചില വാക്കുകൾ ഉപയോഗിച്ചു കൂടാത്ത വാക്കുകളുണ്ട് കവിതയിൽ, അതൊന്നും ഉപയോഗിക്കരുത് എന്ന്. അപ്പം ഞാൻ അത് ശ്രദ്ധിക്കാറുണ്ട്, അങ്ങനത്തെ വേർഡ്സ് ഉപയോഗിക്കരുത്, അങ്ങനത്തെ കുറച്ച് റൂൾസ് ഒക്കെ ഉണ്ട്. അതൊക്കെ പഠിക്കുന്നത് നല്ലതാ. നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ട് ഇതൊക്കെ പഠിക്കുമ്പോൾ ആ വേർഡ്സ് അങ്ങനെ അലൈൻഡായിട്ട് വരുന്നതായിരിക്കും കേട്ടോ. അല്ല, അങ്ങനെ എനിക്ക് തോന്നുന്നു ആ വായന അനുഭവം ഉള്ളത് കൊണ്ട് തന്നെ വരികളിലും അത് പ്രതിഫലിക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എഴുതുന്ന സമയത്ത് നമുക്ക് വൊക്കാബുലറിയും എല്ലാം നമുക്ക് കൊണ്ടുവരാൻ പറ്റുമല്ലോ മൂവിയിൽ. കൊടുക്കൂലേ? ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നമ്മളൊരു പാട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ലിറിക്സ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ഇമോഷൻ ഉണ്ടായിരിക്കും. പ്രണയമായിരിക്കാം, വിരഹമായിരിക്കാം, അല്ലെങ്കിൽ ഹാപ്പിനെസ്, എന്തെങ്കിലും പല പല മൊമെന്റ്സ് ആയിരിക്കാം വരുന്നത്. അപ്പൊ ഏറ്റവും കൂടുതൽ എഴുതുമ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു ഇമോഷൻ ആയിട്ടുള്ള ഒരു എന്തായിരിക്കും? അങ്ങനെ ഇല്ല, എനിക്കൊരു ലോങ്ങിങ് പെയിൻ ഒക്കെ വരാറുണ്ട്, അങ്ങനത്തെ വരികളൊക്കെ എഴുതാൻ വരാറുണ്ട്. അപ്പൊ അതാണ് എഴുതി കഴിഞ്ഞപ്പോൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നതെന്ന് കേട്ടിട്ടുണ്ട്. എല്ലാ തരത്തിലുള്ള ഇമോഷൻസിനെ പറ്റിയിട്ട് എഴുതാൻ ഇഷ്ടമാണ്. ഇപ്പൊ ലല്ലബൈ ഒക്കെ എനിക്ക് എഴുതാൻ ഇഷ്ടമാണ്. എനിക്ക് കുട്ടിയില്ല, പക്ഷെ എനിക്ക് ലല്ലബൈ എഴുതാൻ ഇഷ്ടമാണല്ലോ. അപ്പൊ അങ്ങനെ ഒരു പെർട്ടിക്കുലർ ഇമോഷൻ എന്നില്ലെങ്കിൽ പോലും ഒരു മെലങ്കളി വരുന്നത് എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം എവിടേക്കോ ഞാൻ വായിച്ചിട്ടുള്ള ഇപ്പോൾ ഷേക്സ്പിയറിൻ്റെ ഒക്കെ ആയതുകൊണ്ടൊക്കെ ആയിരിക്കാം എനിക്കിഷ്ടമാണ്. അങ്ങനത്തെ എഴുതുമ്പോൾ ഞാൻ ചിന്തിക്കുന്ന തലങ്ങൾ എനിക്കിഷ്ടമാണ്. അപ്പോൾ അത് വരികളിൽ വരുന്നത് ആൾക്കാർക്ക് ഇഷ്ടമാവുന്നുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ കംഫർട്ടബിൾ എന്നല്ല ഉള്ളതിനെക്കാട്ടിലും ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നത് ഇതാണെന്ന് കേൾക്കുന്നുണ്ട്. അപ്പൊ ഇപ്പൊ പ്രണയപ്പാട്ട്, വിരഹപ്പാട്ടും ലല്ലബൈസും ഒക്കെ എനിക്ക് വരുമ്പോൾ ഞാൻ കൊള്ളാം. പക്ഷെ അല്ലാത്തതും വരുന്നുണ്ട് കേട്ടോ. എനിക്കെല്ലാം എക്സ്പ്ലോർ ചെയ്യണമെന്ന് തന്നെയാണ്, എല്ലാ രീതിയിലുള്ള എല്ലാ ജോണറും എഴുതണമെന്ന് തന്നെയാണ്. വരുന്നത് പോലെ ചെയ്യാമെന്നേ ഉള്ളൂ. അല്ല, പ്രണയം എന്ന് പറയുമ്പോൾ കൂടുതൽ ആളുകളിലോട്ട് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യും. ഭയങ്കര വരികളെല്ലാം ആൾക്കാർക്ക് കൂടുതൽ കേൾക്കുന്നത് കൊണ്ട് തന്നെ ആൾക്കാർക്ക് കൂടുതൽ എഫക്ട് ചെയ്യും. അപ്പൊ അതായിരിക്കും കുറച്ചുകൂടി എനിക്ക് ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇമോഷൻസ് വരുമ്പോൾ ആൾക്കാർ അത് അക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കാം. അങ്ങനെ ആയിരിക്കാം. പിന്നെ നമ്മളുടെ മൂഡ് ഓരോ സമയത്ത് ഓരോ പോലെ ആയിരിക്കുമല്ലോ. അപ്പൊ ചില സമയത്ത് നമുക്ക്, ഞാനൊരു ദിവസം ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഫിസിക്കൽ പെയിൻ ഉണ്ട്, അത് റോഡൊക്കെ ഭയങ്കര പ്രശ്നമാണ്, ബൈക്കിൽ പോകും. അപ്പൊ എനിക്കൊരു സോങ് എഴുതേണ്ടി വന്നിട്ടുണ്ട്. അത് എനിക്ക് ഭയങ്കര വേദനയുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷെ എനിക്ക് വന്ന ലിറിക്സും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു എഴുതാൻ വന്നത്. ആ ലിറിക്സിൽ അത് റിഫ്ലക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അത് ലിറിക്സിന് ഗുണം ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ഡെലിബറേറ്റ്ലി വേണമെന്ന് വെച്ച് ചെയ്തതല്ല, പക്ഷെ അങ്ങനെ അസോസിയേറ്റഡ് ഇമോഷൻസ് നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. എഴുതുന്ന സമയത്ത് നമുക്കത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ളൊരു ഭൗതിക സാഹചര്യം എനിക്ക് അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് ഞാനത് ചെറുതായിട്ടൊന്ന് അസോസിയേറ്റ് ചെയ്തു. എൻ്റെ ഫ്രണ്ടിന്റെ ബൈക്കിന്റെ പുറകിലിരുന്ന ഞാൻ എഴുതി, ഇന്റർസെപ്റ്ററിന്റെ പുറകിലിരിക്കുകയാണ്. അപ്പോൾ ബാംഗ്ലൂർ, അപ്പൊ ഞങ്ങൾ ട്രാവൽ ചെയ്യാം, പക്ഷെ ഭയങ്കര ബ്ലോക്ക്, ഭയങ്കര ചൂട്, എനിക്ക് വയ്യ, മൊത്തത്തിൽ ടയേർഡായിരുന്നു, വയ്യാണ്ടിരിക്കായിരുന്നു. നമുക്ക് ഈ സമയത്തിനുള്ളിൽ എത്തണം, എനിക്ക് നെക്സ്റ്റ് ട്രെയിനിന് പോകണം, അത് കഴിഞ്ഞിട്ട് കൊച്ചി എത്തണമല്ലോ. അപ്പൊ ആ സമയത്തിനുള്ളിൽ ഇവർക്ക് സോങ് വേണമെന്ന് പറയുമ്പോൾ അത് ഞാൻ ഓക്കെ, കാരണം അത് അഡീഷണൽ ആയിരുന്നേ. അനുപല്ലവി കഴിഞ്ഞിട്ട് ചരണം പിന്നെ ആഡ് ചെയ്തതാ. ആ മ്യൂസിഷ്യനെ കുറ്റം പറയാൻ പറ്റില്ല. അപ്പൊ ഹരിത നീ ഒന്ന് എഴുതരുമോ, പെട്ടെന്ന് വേറെ ആരും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ എഴുതിയതാ. പക്ഷെ അവൻ ആ പാട്ട് ഇറങ്ങിയപ്പോൾ എന്നോട് പറഞ്ഞു, ഞാനിത് ഇന്റർവ്യൂവിൽ എവിടെങ്കിലും അവൻ എപ്പോഴെങ്കിലും പറയൂ എന്റെ ബൈക്കിന്റെ പുറകിലിരുന്നിട്ട് എഴുതിയതാണ്. കാരണം അത് ഭയങ്കര
അവർക്ക് ഭയങ്കരമായിട്ടേ നമ്മളെ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ട്. അല്ലോ അത് ശരിക്കും സമ്മതിച്ചു തരേണ്ട ഒരു കാര്യം തന്നെയാണ്. അതായത് പലരും പല പല ദിവസങ്ങൾ എടുത്ത് എഴുതുന്ന വരികളുണ്ട്. പക്ഷെ ഞാൻ പറയുന്ന കേട്ടിട്ടുണ്ട്, പണ്ടുണ്ടായിരുന്ന ലിറിക്സിസ്റ്റുകളൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്, പെട്ടെന്ന് എഴുതി കൊടുത്ത പല സിനിമകളും ഹിറ്റ് പാട്ടുകളായി മാറിയിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഇതും അതുപോലെ തന്നെ ആയിരിക്കും. അതായത് നമ്മൾ ചെയ്യുന്ന സമയത്ത് അല്ലേ, അത് ശരിക്കും ഒരു സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ചിലപ്പോ അതായിരിക്കും ഹിറ്റ് ആവുന്നത്, അങ്ങനത്തെ പാട്ടായിരിക്കും ഹിറ്റ് ആവുന്നത്. അതെ, ഓരോ പാട്ടിനും ഓരോ ഡെസ്റ്റിനി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ അകം സോങ് പെട്ടെന്ന് എഴുതിയതാ, പ്രണയാരവം പെട്ടെന്ന് എഴുതിയതാ. പക്ഷെ ഇപ്പൊ ഇറങ്ങിയ ഒരു സോങ് ഉണ്ട്, നനവേഗാതെ തണലാലെ എന്നൊക്കെ പറഞ്ഞിട്ട് 2 സോങ്സ് ഉണ്ട്. അത് ഞാൻ സമയമെടുത്ത് എഴുതിയതാ. കുറച്ചും കൂടെ സമയം, ഒരു വേർഡ് ഫുൾ എഴുതിയിട്ട് ഞാൻ കുറേ നേരം ഇരുന്ന് ആലോചിച്ചിട്ട് ഇതിലെവിടൊക്കെ മാറ്റണം. അപ്പൊ ബിബിൻ ഒന്നും വേണ്ട, ഇത് ഓക്കെ ആണോ, ഞാൻ ഇരുന്ന് മാറ്റും. പിന്നെ ബിബിന് ഇഷ്ടമല്ലാത്ത കുറെ അങ്ങനെ മാറ്റിയിട്ടുണ്ട്. പക്ഷെ അത് എഴുതി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഭയങ്കര കൂടുതലാണ്. നമ്മളെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ടല്ലോ. ഇത് ഓരോന്ന് കഴിയുമ്പോഴും നമ്മൾ മെച്ചപ്പെടുന്നുണ്ട്. പക്ഷെ നമ്മളെ ഇനിയും നന്നായിട്ട് എഴുതണം, നന്നാക്കണം എന്ന് തോന്നുന്ന ഒരു ഫീലില്ലേ അവിടെ. അതൊക്കെ കൊണ്ടായിരിക്കും നമ്മൾ വീണ്ടും ഇത് ചെയ്യുന്നത് കേട്ടോ. ആർട്ടിസ്റ്റുകൾക്ക് മതിയാവില്ലല്ലോ. ഏതാ ഏറ്റവും ഇഷ്ടമുള്ള വർക്ക് എന്ന് ചോദിച്ചാൽ ഇറങ്ങിയിട്ടില്ല എന്നേ പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ മറ്റേത് ഇറങ്ങുന്നത് വരെ അതായിരിക്കും. അത് ഇറങ്ങി കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് കുറച്ചും കൂടെ നന്നാക്കാമായിരുന്നു എന്ന് തോന്നും. അത് എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ഉള്ളൊരു പ്രശ്നമാണ്. അപ്പം പ്രശ്നമല്ല, അതൊരു നല്ലതാണ്. അപ്പൊ അതുകൊണ്ട് പെർഫെക്ഷനിസം ഇവർക്കൊക്കെ കൂടെ ഉള്ളതാണ്. അത് എനിക്ക് തോന്നുന്നു അതിങ്ങനെ ഓരോ കഴിയും തോറും പെർഫെക്ഷൻ കൂടിക്കൊണ്ടിരിക്കാന്ന് തന്നെ പറയുള്ളൂ, എല്ലാ കാര്യത്തിലും, എല്ലാ മേഖലകളിലും. അതെ അതെ അതെ. അല്ല, അതുകൊണ്ട് അങ്ങനെ ഇന്ന പോലെ നമുക്ക് പറയാനും പറ്റില്ലല്ലോ. അതുപോലെ തന്നെ ഈ അതിഭീകര കാമുകനില് ഒരു പാട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ആ പാട്ട് കേട്ടായിരുന്നു. അപ്പോൾ അത് ഇതുപോലെ ഒരു വിരഹം ആണ് കൂടുതലും കാണിക്കുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ സോങ്. അപ്പൊ അത് എഴുതുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു വിങ്ങലോ അല്ലെങ്കിൽ എഴുതുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവാറുണ്ടോ, ഈ ഒരു വിരഹം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? ഉണ്ടാവാറുണ്ട്. ഞാൻ കഴിവതും ഇമോഷൻസ് എൻ്റെ അസോസിയേറ്റ് ചെയ്യാതിരിക്കാനാണ് നോക്കുന്നത്. അവരുടെ ക്യാരക്ടറിൻ്റെത് അവരെന്താണോ ഡിമാൻഡ് ചെയ്യുന്നത്, സ്ക്രിപ്റ്റ് എന്താ ഡിമാൻഡ് ചെയ്യുന്നത്, അങ്ങനെ എഴുതാനാണ് ശ്രമിക്കാറ്. പക്ഷെ എഴുതി വരുമ്പോൾ നമ്മുടെ ഫീലിങ്സ് എവിടെയെങ്കിലും ഇത് വരും. അപ്പം അതിഭീകര കാമുകനിലെ 2ാമത്തെ സോങ് ഇറങ്ങിയപ്പോൾ എനിക്ക് കുറേ കോള് വന്നു, എന്താ ഉദ്ദേശിച്ചത്. ഞാൻ പറഞ്ഞു അത് തന്നെയാ ഉദ്ദേശിച്ചത്. അതായത് എനിക്കൊരു വിഷമം വരുന്ന സമയത്ത് ഞാൻ ഈ പാട്ട് കേൾക്കുമ്പോൾ ഞാൻ തന്നെ കരയുന്നുണ്ട്. അങ്ങനത്തെ ഒരു മ്യൂസിക്കും അങ്ങനെയാണ്, അതുകൊണ്ടും കൂടിയാ. അല്ല ശരിക്കും ആ ലിറിക്സ് ആ ഒരു സോങ്ങിനെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു വിരഹായാലും ഇമോഷൻസ് നമുക്ക് ശരിക്കും അറിയാം, പ്രേക്ഷകർക്ക് അത് അറിയാൻ പറ്റുന്നുണ്ട്. എന്റെ കുറെ ഫ്രണ്ട്സ് അത് ഷെയർ ചെയ്തു, എന്നിട്ട് പറഞ്ഞു ഇത് എന്റെ പാട്ടാണ്. അതായത് അവർക്ക് അവരുടെ സോങ് ആയിട്ട് ഫീൽ ചെയ്യുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഇപ്പൊ സിനിമയിൽ അല്ലാതെ തന്നെ ഇപ്പൊ നമ്മൾ എഴുതിയ ഒരു വരികള് എപ്പോഴും ട്യൂൺ ഇട്ട് നോക്കിയിട്ടുണ്ടോ? ഞാനോ? ഇല്ല, എനിക്ക് ട്യൂൺ ഇടാനൊന്നും അങ്ങനെ അറിയൊന്നുമില്ല. പക്ഷെ എനിക്കിങ്ങനെ ഓരോ ട്യൂൺസ് വരും. ഇതെല്ലാം ഞാൻ എൻ്റെ ഫോണിൽ റെക്കോർഡ് ചെയ്തിട്ട് വെക്കാറുണ്ട്. ആരും കേൾപ്പിക്കൊന്നുമില്ല, സ്വന്തമായിട്ട് കേൾക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ എൻ്റെ വരിക്ക് എനിക്ക് ട്യൂണ് വന്നിട്ടില്ല. ഞാൻ പണ്ട് ലിറിക്സ് എഴുതി തുടങ്ങണം എന്ന് ആഗ്രഹം, മറ്റേ ഈ പാട്ടുകളൊക്കെ എഴുതി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇനി ലിറിക്സ് ഒക്കെ വരുന്നതിന് മുന്നേ ഒരു പ്രാക്ടീസ് ചെയ്യാം എന്ന് കരുതിയിട്ട് ഞാൻ രാവിൽ വീണാനാഥം പോലെ എന്നുള്ള സോങ്ങില്ലേ ശരത് സാറിന്റെ, ആ സോങ്ങിന്റെ ട്യൂണ് കേട്ട് അതിന്റെ ലിറിക്സ് മാറ്റി വെച്ച് അതേപോലെ ഡമ്മി ലിറിക്സ് ഞാൻ എഴുതി നോക്കായിരുന്നു. അതായത് എങ്ങനെയാണ് ലിറിക് റൈറ്റിംഗ്, ഇനിയിപ്പോൾ വർക്കൊക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ ഓൾറെഡി ഉള്ളൊരു സോങ്ങിന് വേറെ ലിറിക്സ് എഴുതി നോക്കിയിട്ട് എൻ്റെ ഒരു സാറിനെ കാണിച്ചു. അപ്പോൾ സാർ നീ ലിറിസിസ്റ്റ് ആവുമെന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞു. കാരണം ആ മീറ്ററിനുള്ളിൽ നമ്മുടെ വേർഡ്സ് ഉൾക്കൊള്ളിക്കണമല്ലോ. അപ്പൊ അങ്ങനെ ചെയ്തിട്ടുള്ളൂ, അല്ലാതെ ഞാനായിട്ട് മുതിർന്നിട്ടില്ല. പക്ഷേ നമ്മൾ എഴുതിയുള്ള വരികൾ ഒരു സിനിമയിൽ ട്യൂൺ ചെയ്ത് വരുന്ന ഒരു ഹാപ്പിനെസ് തന്നെയാണ്. അങ്ങനെയൊക്കെ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എഴുതിയിട്ടുള്ള കവിതകൾ ഒരുപാടുണ്ട്. അത് പക്ഷെ കവിതകളായിരിക്കും. കവിത വേറെ, നമ്മൾ പാട്ടിന്റെ വരികൾ എഴുതുന്നത് വേറെയാണല്ലോ. അപ്പൊ അങ്ങനെയുള്ളൊരു സോങ് ചോദിച്ചാൽ കൊടുക്കാം, അത്രേ ഉള്ളൂ. ഇപ്പൊ കവിതകളെ കുറിച്ച് പറഞ്ഞിരുന്നു. മുൻപ് കവിതകൾ അല്ലെങ്കിൽ അതുപോലത്തെ കാര്യങ്ങളൊക്കെ ബുക്കായിട്ടൊക്കെ അങ്ങനെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്? ഒരു ബുക്ക് എന്റെ കോപ്പി മാത്രമേ ഉള്ളൂ. ഞാനായിട്ട് എഴുതിയ വൽമീകം എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക് ഉണ്ട്. ഓതേഴ്സ് കോപ്പിയാ, ഒറ്റ കോപ്പിയേ ഉള്ളൂ. ഒരു പാരലൽ കോപ്പി ഉണ്ട്, അതായത് ആ ഒരെണ്ണം, അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടില്ല. പബ്ലിഷ് ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇത്രയും വരികൾ എഴുതുന്ന ഒരാൾക്ക് പബ്ലിഷ് ചെയ്യാം. കവിത വേറെ തന്നെ പരിപാടിയാണ്, പാട്ടെഴുത്ത് വേറെയാണ്. അപ്പൊ കവിതകൾ എന്തായാലും ഇറക്കണം. ഞാൻ ഇപ്പൊ എഴുതിക്കൊണ്ടിരിക്കുന്ന കുറെ കവിതകളുണ്ട്, അതെല്ലാം കൂടി ഒന്ന് പബ്ലിഷ് ചെയ്യണമെന്നുണ്ട്. കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഇപ്പൊ മലയാളം പാട്ടുകളെ കുറിച്ച് പറഞ്ഞു, അല്ലെങ്കിൽ തമിഴ് പാട്ടുകളെ കുറിച്ച് പറഞ്ഞു, സംസ്കൃത പാട്ടുകളെ കുറിച്ച് പറഞ്ഞു, ഡബ് ചെയ്ത പാട്ടുകൾ ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ കണ്ടിരുന്നു. ഇപ്പൊ മുൻപൊരു ലിറിക്സിസ്റ്റ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ അവർ ചെയ്ത ഒരു തമിഴ് സോങ് ആണെന്നില്ല, ആ തെലുങ്ക് സോങ് ആണെന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് അതേ വരികൾ തന്നെ മലയാളത്തിൽ എഴുതണം എന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു.
ശരിക്കും അത് എങ്ങനെയാണ്, അതായത് നമുക്ക് ചിലപ്പോൾ നിരവധി ഇമോഷൻസ് കൊടുക്കേണ്ടി വരും ആ സോങ്ങിൽ എഴുതുന്ന സമയത്ത്. പക്ഷെ അതെങ്ങനെയാണ് കറക്റ്റ് ആ ഒരു മീനിങ് വരുന്ന തരത്തിൽ മലയാളത്തിൽ എഴുതുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? ലിപ്സിംഗ് ഉണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ലിപ്സിംഗ് ഇല്ലെങ്കിൽ ആ ഒരു സൗണ്ടിങ്ങും ആ ഒരു മീറ്ററും വെച്ചിട്ട് എഴുതിയാൽ മതി. എനിക്കിഷ്ടമാണ് കേട്ടോ ഡബ്ഡ് സോങ്സ് എഴുതാൻ. ഞാൻ എഴുതിയിട്ടുണ്ട്, 2-4 മൂവീസ് ഇപ്പൊ എഴുതിയിട്ടുണ്ട്. നല്ലതാണ് ആക്ച്വലി. എനിക്ക് ആക്ച്വലി ഒരു സോങ്ങിന് അവർ ഡമ്മി ലിറിക്സ് തരുന്നതും ഇഷ്ടമാണ്. മ്യൂസീഷ്യൻസിന് വേണ്ട ഒരു സൗണ്ടിങ് അവർ ഡമ്മി ആവുമ്പോൾ ജിബ്രിഷ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ അവരത് തരുമല്ലോ, അതെനിക്ക് കംഫർട്ടബിളാണ്. പക്ഷേ ഇപ്പം എനിക്ക് തോന്നുന്നു ഒരു സമയത്ത് നമ്മൾ ലിറിക്സ് ഒക്കെ കറക്റ്റായിട്ട് മീനിങ്, ഇപ്പോൾ ONV സാറിൻ്റെ ആയാലും അല്ലെങ്കിൽ വയലാറൊക്കെ എഴുതിയ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും എന്താ പറയുക, ആ ഒരു ലിറിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ, പെട്ടെന്ന് എടുത്ത് മനസ്സിലാവുന്ന തരത്തിലായിരിക്കില്ല. ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല, കാലഘട്ടം മാറിയ സമയത്ത് എല്ലാത്തിനും ലിറിക്സിനൊക്കെ മാറ്റം വന്നു. അപ്പൊ ശരിക്കും പറഞ്ഞത് ഒരു ഇൻസ്പയർ ആയിട്ടുള്ള ഒരു ലിറിക്സിസ്റ്റ് ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ നമ്മൾ ഈ പണ്ട് തൊട്ടേ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വരികൾ, അങ്ങനെ ആരെങ്കിലും തോന്നിയിട്ടുണ്ട്? എനിക്ക് ഭാസ്കർ മാഷിന്റെ വരികൾ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ ഉള്ളതിൽ റഫീഖ് അഹമ്മദ് ആണ് എൻ്റെ കൈൻഡ് ഓഫ് മെൻറ്റർ പോലെയാ. എല്ലാ ദിവസവും മെസ്സേജ് അയക്കും, മിക്ക ദിവസവും വിളിക്കും. അപ്പൊ എനിക്ക് എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ തന്നെ ഞാൻ ചോദിക്കുന്നതൊക്കെ റഫീഖോടൊക്കെ തന്നെ. എനിക്കൊരു വേർഡിൽ ഒരു സംശയം തോന്നുകയാണെങ്കിൽ ഞാൻ വിളിച്ച് ചോദിക്കുന്നത് ആളോടായിരിക്കും. അപ്പൊ എനിക്കൊരു മെന്ററിനെക്കാളും നമ്മൾക്ക് ഇയാൾ എങ്ങനെ എഴുതുക എന്നൊക്കെ തോന്നില്ലേ? ഞാൻ ഈയിടെ പറഞ്ഞായിരുന്നു, മരണം എത്തുന്ന നേരത്തിന്റെ വരികളൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ എഴുതുക, എങ്ങനെയാണ് ആ ചിന്ത എവിടുന്നാണ് ഉണ്ടാവുക. അപ്പോ അത് മതി ഉടൽ മൂടിയ മണ്ണിൽ നിന്ന് ഇവന് പുൽക്കൊടി ആയുർത്തേൽക്കുവാൻ റഫീഖ് എഴുതിയതാണ്. പക്ഷെ നിങ്ങൾ എന്താണ് അപ്പൊ ചിന്തിച്ചത്, നിങ്ങളുടെ മനസ്സിൽ കൂടെ എന്തൊക്കെയാ പോണ, അങ്ങനെ നമുക്ക് തോന്നില്ല. അങ്ങനത്തെ ഒരു മനുഷ്യനാണ് റഫീഖ് അഹമ്മദ് എനിക്ക്. പിന്നെ അൻവർ അലിയുടെ ലിറിക്സ് ഇഷ്ടമാണ്. ഇവരൊക്കെ ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഉള്ള ലിറിസിസ്റ്റുകൾ ആയതുകൊണ്ട് നമ്മൾ എപ്പോഴും കാണുകയൊക്കെ ചെയ്യും. അപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ ഇതൊക്കെ വരും. അപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടം പഴയ കുറേ ആൾക്കാരാണ്, ഇപ്പോൾ ഉള്ളവരിൽ ഇവരെയൊക്കെയാണ്. അപ്പോൾ എനിക്ക് റഫീഖയുടെ തല കുറച്ച് ദിവസത്തേക്ക് തരുമെന്നൊക്കെ ഞാൻ ഇടയ്ക്ക് ചോദിക്കുന്നത്, എങ്ങനെയാണ് റഫീഖ് ഇങ്ങനെ ചിന്തിക്കാന്നൊക്കെ തോന്നാറുണ്ട്. പുള്ളി നല്ലൊരു കവിയാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കവിത്വം ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ പിന്നെ ചില പാട്ടുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാകുമ്പോൾ ഞാൻ ഇത് ആരെ എഴുതി അങ്ങനെ നോക്കി, അതായത് പെർട്ടിക്കുലർ ലിറിസിസ്റ്റിനോടുള്ള ഒരു ആരാധനയല്ല, ആ പാട്ട് അയാൾ എഴുതിയപ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. അങ്ങനെ എനിക്ക് കുറേ ലിറിസിസ്റ്റുകളോട് ഭയങ്കര അഡ്മിറേഷൻ ഫീൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ്, അല്ലാതെ ഒരു ഫോർ എവർ ഫാൻ ഗേൾ അങ്ങനെയൊന്നും അല്ല. ഓരോ പാട്ടുകൾ അങ്ങനെ ട്രീറ്റ് ചെയ്യപ്പെടുമ്പോൾ അത് ഇവരല്ലാതെ വേറെ ആരെഴുതിയാലും ശരിയാവില്ലായിരുന്നു എന്ന് തോന്നി. ഇപ്പോൾ ONV സാർ എഴുതിയ പാട്ടുകൾ വേറൊരാൾ എഴുതിയാൽ അത് അങ്ങനെ അത്ര മനോഹരമായിട്ട് വരില്ല എന്ന് മനസ്സിലാവില്ലേ? അതുപോലെയാണ് ഭാസ്കർ മാഷ്, ONV, റഫീഖ് അഹമ്മദ്, ഇവർ 3 പേരുമാണ് ഞാൻ എപ്പോഴും കേൾക്കുന്ന പാട്ടുകൾ ഇവരുടേതായതുകൊണ്ടായിരിക്കും കേട്ടോ. പിന്നെ റിസർച്ച് ചെയ്യാറുണ്ട്. ചില പാട്ടുകൾ കേൾക്കുമ്പോൾ അപ്പം എനിക്ക് നോക്കണം ഇത് ആരെ എഴുതിയത്, അങ്ങനെയുണ്ട്. ഇപ്പം അതുകൊണ്ട് ചില പാട്ടുകൾ കേൾക്കുമ്പോൾ ആരെ എഴുതിയതെന്ന് എന്നോട് ആൾക്കാർ ആരെ എഴുതിയത് അപ്പം ഞാൻ പറയും. അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. അത് പ്രത്യേകിച്ച് എഴുതുന്ന ഒരാളായതുകൊണ്ട് തന്നെ നമ്മൾ അത് കൂടുതൽ ശ്രദ്ധിക്കും. ഇപ്പൊ പാടുന്ന ആരാന്ന് ശ്രദ്ധിക്കും, കമ്പോസർ പിന്നെ അപ്പൊ തന്നെ നമ്മൾ നോക്കുന്നുണ്ട്. ഇപ്പൊ ആരൊക്കെയാ പാടിയത്, വോയിസ് ഒക്കെ ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു ഇതുണ്ടല്ലോ. അപ്പൊ ആരാ പാടിയതല്ലേ, എന്തൊരു സോൾഫുൾ ആയിട്ടാ പാടിയേക്കണം, അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കും. അങ്ങനെ ആ ഒരു റിസർച്ച് നല്ല രീതിയിൽ ഇപ്പൊ സംഭവിക്കുന്നുണ്ട്. ഇനിയിപ്പോ അപ്കമിങ് പ്രൊജക്ട്സ് ഒക്കെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? ഇനിയിപ്പോ 2 മൂവി വന്നിട്ടുണ്ട്, ഇപ്പൊ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് ഒരു മലയാളം മൂവിയിൽ ഒരു സംസ്കൃതം ലിറിക്സ് തന്നെയാ, പിന്നെ ഒരു മലയാളം സോങ് എഴുതി കൊടുത്തു. പിന്നെ RRന്റെ കൂടെ ഇങ്ങനെ കുറച്ച് ഇംഗ്ലീഷ്, സംസ്കൃതം, തമിഴ്, അതൊക്കെ എല്ലാ ലാംഗ്വേജിലും എഴുതാനുള്ള തയ്യാറെടുപ്പ് തന്നെയാണല്ലേ? ഇംഗ്ലീഷ് കുഴപ്പമില്ലല്ലോ, നമുക്ക് എഴുതാൻ പറ്റും. ഇപ്പൊ സാഹസത്തിന്റെ ഒരു OST ഇറങ്ങാനുണ്ട്, അതിൽ ഇംഗ്ലീഷ് സോങ് ആ വരാൻ പോണേ. അത് ഇതുവരെ ഇറങ്ങിയിട്ടില്ല, മൂവിയിലുള്ളതാ. പക്ഷെ അപ്പൊ അത് ഇറങ്ങുമ്പോൾ അതിൻ്റെതായിട്ടുള്ള കുറച്ച് അടുത്ത ഹോംവർക്ക് ഇനി വരേണ്ടി വരും. കാരണം എൻ്റെ വേറൊരു ഫ്രണ്ട് ഇംഗ്ലീഷ് ലിറിക്സ് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇതാണോ നിങ്ങൾക്ക് വേണ്ടത്, ഇതുപോലത്തെ വേറെയാണോ, അതിനൊക്കെ ഒരു സമയമുണ്ടല്ലോ. അപ്പോൾ നമ്മളെ തന്നെ ഇങ്ങനെ റീവർക്ക് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. അതിലാണ് അങ്ങനെയാണ് മൾട്ടി ലാംഗ്വേജ് വരുന്നത്, അല്ലാതെ വേണമെന്ന് വെച്ചിട്ടൊന്നും. ഹരിത, ഇനിയും നിരവധി ഗാനങ്ങൾക്ക് അല്ലെങ്കിൽ ഈ പാട്ടുകൾക്ക് ലിറിക്സ് എഴുതാൻ കഴിയട്ടെ. ഇനിയും അതായത് ഇപ്പം നമ്മൾ മന്നനെ പാട്ട് കേട്ടപ്പോൾ തന്നെ നമുക്ക് ഇപ്പം അറിയാം ഹരിതയാണ് ഈ പാട്ട് എഴുതിയെന്നുള്ളത്. ആളുകൾ, പ്രേക്ഷകർ ഭയങ്കരമായിട്ട് റെക്കഗ്നൈസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള നിരവധി ഗാനങ്ങൾ ചിട്ടപ്പെടുത്താൻ കഴിയട്ടെ. ഇപ്പോൾ നമ്മൾ പണ്ടുകാലം തൊട്ട് പറയുന്ന പോലെ തന്നെ ലിറിക്സിസ്റ്റുകൾ എല്ലാവരും അറിയപ്പെടട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. താങ്ക് യു. അപ്പോൾ എല്ലാവിധ ആശംസകൾ. താങ്ക് യു സോ മച്ച്.